കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുകയാണ്. അതെ. ഇന്ന് ആരൊക്കെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിരുന്നോളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ പെർഫോം ചെയ്തവര് നല്ല ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അല്ല, അതായത് ഒരു വാശിയേറിയ പോരാട്ടം തുടങ്ങിയല്ലോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ജഡ്ജസിന് സ്വാഗതം ചെയ്യണ്ടേ? സാറൊക്കെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നു നമ്മളെ. ഹായ് സർ. സാർ വെൽക്കം. പിന്നെ ചേച്ചി സ്വാഗതം. സ്വാഗതം. രഞ്ജിനി ചേച്ചി ഹായ്. ഹായ് വെൽക്കം. നമ്മുടെ ഓർക്കസ്ട്ര വെൽക്കം. നമ്മളിതാ എല്ലാവരും സ്വാഗതം ചെയ്തു. അപ്പൊ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഇന്നൊരു കിടിലൻ എപ്പിസോഡായിരിക്കും. കാരണം വാശിയുടെ പോരാട്ടമാണ് കഴിഞ്ഞ എപ്പിസോഡുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തുടരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ പെർഫോം ചെയ്തവരെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊരു വാശി വേണം. നമുക്ക് ഷോ തുടങ്ങിയാലോ? സ്വാഗതം ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് ഞാൻ വെച്ചു. നമ്മുടെ കണ്ടസ്റ്റന്റ് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഫിറ ഫുഡ്സ്, അതായത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരെ കുറിച്ച് 2 വാക്ക്. അതായത് നമ്മളെല്ലാവരും എന്താ പറയാ, ഇപ്പൊ ഷൂട്ടിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ രാവിലെയൊക്കെ ഷൂട്ടിന് പോണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചിലപ്പം കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള റെസിപ്പി ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുന്നവർക്ക്, ഇപ്പൊ നിങ്ങളൊക്കെ ഷൂട്ടിന് വരുന്നവരാണ്, അപ്പൊ നിങ്ങളോടും കൂടെയാണ് പറയുന്നത്, അങ്ങനെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫിറ ഫുഡ്സിന്റെ ഓട്സ് എന്ന് പറയുന്നത്. അവരുടെ ചിയാ സീഡ്സിന്റെ ഓട്സ് ഉണ്ട്. വെറും 3 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഓട്സ് ആണ്. ഞാൻ വാങ്ങി. വാങ്ങിയോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഇല്ലേ? സൂപ്പർ. ഏത് ഫ്ലേവറാ വാങ്ങിച്ചത്? അവർക്ക് 2 ഫ്ലേവർ ഉണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ, ചീസ് ടൊമാറ്റോ ഫ്ലേവർ ഉണ്ട്, പിന്നെ മഷ്റൂം ഫ്ലേവറും ഉണ്ട്. അങ്ങനെ 2 ഫ്ലേവേഴ്സ് നമുക്ക് ഇഷ്ടം. ഹെൽത്തി ഓട്സ് നമുക്ക് കഴിക്കാം. പിന്നെ ഈ ഓട്സിന്റെ നോർമൽ ഓട്സ് നമ്മൾ പാലിൽ കലക്കി കുടിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും, എനിക്ക് വലിയ തല. പക്ഷേ ഇതിന്റെ ഫ്ലേവേർഡ് ഓട്സ് കഴിച്ചപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫിറ ഓട്സ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല, ഭിന്നി ചേച്ചിക്ക് പിന്നെയും വിശക്കും. ഭക്ഷണത്തിന് മുമ്പും ശേഷവും അങ്ങനെയല്ലേ? അങ്ങനെയല്ല. അപ്പൊ ഈ ഒരു കോമ്പറ്റീഷനിലോട്ട് നമ്മൾ അടുത്ത കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യാം. ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യുന്നത്? ഇനി ഇമോട്ടീവ് റൗണ്ടിലാണ് എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നിമിഷ മുരളി.
മയൂരം കടലിൽ നൃത്തമാടും ആയിരം ജ്വാലയായി കതിരോൻ കൂടെയാടും പകലൊളിരവിന് വേൽക്കുമീ പുകിലുകൾ പറവകൾ വാഴ്ത്തിടും പ്രണയമൊര സുലഭ മധുരമായി നിർവൃതി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു രാപ്പാടി പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങില്ലേ. ഹായ് നിമിഷ. ഹലോ. ഹലോ ഹലോ, ഹൗ ആർ യു? ഫൈൻ ഫൈൻ. ഫൈൻ, ഓക്കെ. പിന്നെ ചേച്ചി നിമിഷക്കുട്ടി എന്തോ സുഖാണോ? സുഖം. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എനിക്ക് ഈ പാട്ട് എം ജയേന്ദ്രൻ ചേട്ടന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എനിക്ക് ഈ പാട്ട്. നിമിഷ ഏറെക്കുറെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഇതില്ലേ അത് എടുത്തപ്പോ കൊറേ അതങ്ങ് അതൊരൊറ്റ കുത്താണ് ഇങ്ങനെ ആ കുറച്ചൊന്ന് മൈക്കൊന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ച് മൈക്ക് പൊസിഷനും ആ ഒരു പ്ലേസ്മെന്റും കൂടെ ഒന്ന് പഠിക്കണം കേട്ടോ. എനിക്ക് നിമിഷയുടെ മെയിൻ ആയിട്ട് തോന്നിയത് ഫുൾ മേലെ പാടുമ്പോഴൊക്കെ മൈക്ക് ഇങ്ങനെ ഇവിടെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് ആ നേരം ഒന്ന് മാറ്റണം. ഒന്ന് മാറ്റിയിട്ട് ഒന്ന് തലയൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇരിക്കണം. അതിനെ ഇങ്ങനെ ഒന്ന് ഡൗൺ ചെയ്യണം. ഇനി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ഇത് പ്രാക്ടീസ് ചെയ്തോളൂ. ഉറപ്പായിട്ട് അത് എന്ന് വെച്ചാൽ മേലെ പോകുമ്പോഴത്തേക്ക് അതിന്റെ ഒന്ന് തിന്നായിട്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കിട്ടുന്നത്. ഇത് മാറുന്നതനുസരിച്ച് ശബ്ദം കുറയ്ക്കരുത്. ശബ്ദം അവിടെ നിൽക്കണം, മൈക്ക് മാത്രമേ മാറാൻ. അതെ, ഇത് അത് തന്നെയായിരിക്കണം. അതേപോലെ ഒരു അത് ആ ഭാഗം ഒന്ന് പഠിക്കേ. ഒരു രാപ്പാടി പാടും അതെല്ലാം ഈ സംഭവങ്ങളാ. ആ സംഭവം സാരമില്ല. മേൽ താരസ്ഥായി ഹൈപ്പിച്ച് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ പറഞ്ഞ ടെക്നിക്സ് അത് ഇംപ്രൂവ് ചെയ്യാനാണ് കേട്ടോ. നല്ല സിംഗറാണ്. അതേപോലെ അതൊന്നും അതെല്ലാം പാടുമ്പോ അതിനൊരു ഭാവം വേണം. അത് പാടുമ്പോഴത്തെ ഇത് രാവൊരുങ്ങിയിൽ അവിടെ ഒരുങ്ങിയിലെ ഒന്ന് ബൾജ് ചെയ്ത് പാടുന്നു. ഇത്രേ ഉള്ളൂ. അവിടെ രണ്ടാമത് വീണ്ടും ആ സംഗതി ഇടണ്ട. രാവൊരുങ്ങിയിൽ അതില്ല. രാവൊരുങ്ങിയില്ലേ ഇന്നിഞ്ചിലൂറും മോളെ ഇതാട്ടോ ഇങ്ങനത്തെ ചില സംഭവം പൂത്തുവോ പ്രണയമൊരു സുലഭമതോ അതൊക്കെ നന്നായിട്ട് എടുത്തു കേട്ടോ. അത് ആ പാട്ടിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതൊക്കെ നന്നായിട്ട് എടുത്തു. അതുപോലെ തന്നെ ഈ കൂടെയാടും അതൊന്നും ഇങ്ങനെ കൊക്കി സംഗതിയാ. കൊക്കി കൂടെയാടും അതല്ല, അതിങ്ങനെ പോയി ഒന്ന് എടുക്കണം. ഇതെല്ലാം അടുത്ത ഒരു പ്രാവശ്യം അടുത്ത് ഇങ്ങനത്തെ പാട്ട് എടുക്കുമ്പോഴത്തേക്ക് ആ സ്ഥലത്ത് പോയി ചെന്ന് തൊട്ടിട്ട് വരാൻ അതിനു വേണ്ടി പറയണം കേട്ടോ. കുറേയേറെ സംഭവങ്ങളെല്ലാം വളരെ നന്നായിട്ട് പാടി, നല്ല സൗണ്ടാണ്. പക്ഷെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഈ അപ്രസ്ഥായി പാടുമ്പോഴും സംഗതികളുടെ ആ കൊക്കി പിടിക്കുന്നതും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. മൈക്ക് പ്ലേസ്മെന്റ് ടെക്നിക്സ് നോക്കുക കേട്ടോ. നന്നായി. ഗോഡ് ബ്ലെസ് യു. ചേച്ചി ലാസ്റ്റ് ടൈം പാടിയപ്പോഴും ഞാൻ ചോദിച്ചു അല്ലേ, ഐ യു ഫീലിംഗ് ടെൻസ്ഡ്? ഒരു പ്രൊസീജിയർ കുഞ്ഞുവാവയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഹൈ പാടാൻ ബുദ്ധിമുട്ടുണ്ടോന്ന്. അപ്പൊ അല്ല പറഞ്ഞു കൊറേ സ്ട്രെയിൻ ചെയ്തിട്ട് പാട്ട് ശരിക്കും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല, കിട്ടുന്നില്ല. ഇത് പിച്ച് കുറച്ചിട്ടാണോ പാടുന്നത് ഒറിജിനലിന്ന്? അപ്പൊ പിന്നെ അതിലും താന്നു കഴിഞ്ഞാൽ ഇതിനൊരു പ്രസൻസ് പോവും ഈ പാട്ടിന്. അപ്പൊ നമ്മൾ ചെസ്റ്റിന്ന് ഹെഡിലേക്ക് നമ്മൾ പോകുമ്പോഴൊരു ട്രാൻസിഷൻ ഉണ്ട്. നമ്മുടെ ചെസ്റ്റ് എത്രത്തോളം ഹെവി ആണോ അത്രയും തന്നെ ഹെഡ് വോയിസും ഹെവി ആവണം.
അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഷിഫ്റ്റ് മനസ്സിലാവും. ഇവിടത്തേന് കട്ടി കൂടുതലും മേലത്തേന് കട്ടി കുറഞ്ഞിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഷിഫ്റ്റ് പഠിച്ച് എങ്ങനെ ചെസ്റ്റിന്ന് ഹെഡിലേക്ക് എടുക്കണം എന്നുള്ളത് വോക്കൽ കോഡ് സ്ട്രെയിൻ ആവാണ്ട് എടുക്കാൻ പഠിക്കണം. അത് പഠിപ്പിച്ചിരുന്ന ആൾക്കാരിന് ഇനി ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഹെഡ് വോയിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ഹെഡ് വോയിസും അത്രയും തന്നെ സ്ട്രോങ് ആവണം. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഹൈ നോട്ട്സ് ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തൊണ്ടയ്ക്ക് സ്ട്രെയിൻ വരാത്ത രീതിയിൽ. കാരണം കുറെ കാലം നമ്മൾ തൊണ്ട സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഏജ് നമ്മുടെ തൊണ്ട പെട്ടെന്ന് നമുക്ക് നീർവീക്കം വരും. തൊണ്ട അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശബ്ദം വരൂല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ തൊണ്ടയ്ക്ക് സ്ട്രെയിൻ ഇല്ലാണ്ട് എങ്ങനെ പാടണം എന്നുള്ള ടെക്നിക്ക് പഠിക്കുക. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് പേര് ഈ ടെക്നിക്ക് തെറ്റി പഠിച്ചിട്ട് ഞങ്ങൾ പോയി അൺലേൺ ചെയ്തതാണ് ഇപ്പൊ പാടുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പാട്ട് പാടിയിട്ട് അടുത്ത ദിവസം തൊണ്ട അടഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ ടെക്നിക്ക് തൊണ്ടയുടെ വോക്കൽ കോഡ്സ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ വോക്കൽ കോഡ് കിടന്ന് ബുദ്ധിമുട്ടാണ്. അതല്ലാണ്ട് ഈ മസിൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള പഠിക്കുക ത്രോ ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, വോക്കൽ ടെക്നീക്ക് പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്ത് പോകണം. അതും കൂടെ ചേരുമ്പോൾ പാട്ട് കറക്റ്റ് ആവും. ഇപ്പൊ ചേച്ചിയുടെ അടുത്താണെങ്കിൽ ആ വോക്കൽ ടെക്നീക്ക് ചേച്ചി പറഞ്ഞുതരും. കുറെ പേര് പാട്ട് മാത്രം പറഞ്ഞുതരും. എനിക്ക് ഇത് അറിയാൻ പാടില്ലായിരുന്നു സത്യം. ഞാൻ ഒരു 30 വയസ്സിൽ ഫിലിം, ഞാൻ കർണാട്ടിക് മാത്രം പാടിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഫിലിം ഒന്നും 30 വയസ്സ് വരെ പാടിയിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു എന്തോ വ്യത്യാസം ഉണ്ടല്ലോ ഫിലിമിനും ഇതിനും. പാടുന്ന ആ ഒരു ഡെലിവറി ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അങ്ങനെ അപ്പത്തൊട്ട് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെല്ലാം വന്നപ്പോ പാട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പാട്ടൊക്കെ നിന്നു പാടാനല്ലേ. സോ കുറെ പാടിയെങ്കിലും ഫിലിമിൽ പാടിയെങ്കിലും ഇന്നിപ്പം കുറെ അറിയാവുന്നത് അന്ന് അത്രയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ഒക്കെ പാടിയേനെ. സാറൊക്കെ എന്നെ പാടിച്ചേനെ. അയ്യോ സാറ് പാടിച്ചു, സാറേ പാടിപ്പിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനും ഇങ്ങനെ തന്നെ, അതായത് കർണാട്ടിക് മാത്രം പഠിച്ച് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ മാത്രം നിന്നോണ്ടിരുന്ന ഒരാളായിരുന്നു. അതാണ് എനിക്കും. ഏത് ശ്രുതിക്കാ പാടുന്നത്? ജി ഷാർപ്പ് 5. അതാണ് മോളെ പ്രോബ്ലം, അതാണ് കുഴപ്പം. അതേ നിങ്ങൾക്കൊരു വേഴ്സറ്റൈൽ സിംഗർ ആകണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെസ്റ്റേൺ ഫിലിം ഇതെല്ലാം പാടണമെങ്കിൽ നമ്മുടെ ശ്രുതി എടുക്കേണ്ടത് മിനിമം എ ഷാർപ്പിൽ തുടങ്ങണം. ജി ഷാർപ്പ്, എ ഷാർപ്പ് ഓർ ബിയിൽ വേണം പാടാൻ. അല്ല നിങ്ങൾ കർണാട്ടിക് മാത്രം മതിയെങ്കിൽ ഓക്കെ, യു ക്യാൻ ലേൺ ഇൻ ജി ഷാർപ്പ്. ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആയിരിക്കണം. നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോരുത്തരുടെയും വോയിസ് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ വേണം അത് പഠിക്കാനും. ഇപ്പൊ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയാലും ഇത്ര നല്ല ലെസൺസ് കിട്ടില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. താങ്ക് യു സാർ. ചില്ലറ ലെസൺസ് അല്ല, രണ്ടുപേരും കൂടെ പറഞ്ഞു. പറ്റുവാണെങ്കിൽ മാമിന്റെ അടുത്തുനിന്നും സാറിന്റെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നും അതൊക്കെ പഠിക്കാം. അനുപല്ലവി ചരണം വരുമ്പോ സ്റ്റാർട്ടിങ് പോയിന്റിലൊക്കെ കുറച്ച് ശ്രുതിയോട് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കാരണം അത് ഹൈ പിച്ചിലാണ്. ഹൈ പിച്ചിൽ പാടിയിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗായികയാണ് പാടിയിരിക്കുന്നത്, ശ്രേയാ ഘോഷൽ അല്ലേ. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതൊക്കെ ഫോൾസാറ്റോ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും. ഹെഡ് വോയിസ് ഫോൾസാറ്റോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടെ വോയിസിന്റെ ചിലവര് ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അവര് ഫോൾസാറ്റോ പാടിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരുടെ ഒറിജിനൽ വോയിസിൽ നിന്ന് വളരെ സ്മൂത്ത് ആയിട്ട് ഹൈ പിച്ച് പകുതിയിൽ നിന്ന് വോയിസ് ഫോൾസാറ്റോയിലേക്ക് കയറി. അത് ആണുങ്ങളുടെയൊക്കെ അറിയും, പക്ഷെ പെണ്ണുങ്ങളുടെ എല്ലാം ഈ ഫീമെയിൽ ഹൈ ഇതിലായതുകൊണ്ട് അത് അറിയത്തില്ല. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് പാടും ഹൈ പിച്ച്. അപ്പൊ അതൊക്കെയാണ് ബുദ്ധിമുട്ട്. പക്ഷെ എന്നിട്ടും യു ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ് ഹിയർ ടു ഡു ദിസ്. പിന്നെ നിർവൃതി ലാസ്റ്റ് എടുത്തത് നിർവൃതി ഞങ്ങൾക്കുണ്ടായി. അത് ദാറ്റ് ഈസ് ഇൻ യുവർ പിച്ച്, കംഫർട്ടബിൾ പിച്ചാണ്, കംഫർട്ടബിൾ സോൺ. അപ്പൊ അത് യു ആർ എ വെരി ഗുഡ് മ്യൂസിഷ്യൻ. കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ദൈവം ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞ് തരട്ടെ. കുഞ്ഞുവാവ സുഖമല്ലേ? കുഞ്ഞാവ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വണ്ടർഫുൾ. അപ്പൊ നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. മെൻഡേഴ്സ് ജഡ്ജസിനെ അറിയിച്ചോളൂ. ഈ നിമിഷത്തില് നിമിഷയ്ക്ക് 90 out of 100. എന്ന് പറയുന്നത് it's a good score. നല്ല മാർക്കാണ്. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു?
88. ആ അപ്പൊ 90ലേക്ക് നമ്മൾ എത്തി. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യ ഘട്ടത്തിലെ 2 പെർഫോമൻസുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഘട്ടത്തിലോട്ട് നമ്മൾ സേഫ് ആകുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് വഴി അറിയാം. ഓക്കെ, താങ്ക് യു. രാവണ ഹരിശക്കൂട്ടം മത്തു വന്ന രാക്ഷസനാടാ പത്ത് തല വീര്യം കൊത്തനാട് ശൗര്യം മുട്ടുമടക്കാത്തൊരു വീരം ചുമ്മാതെ എന്നാളും you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവലമേ തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായി ആശകളാലൊരു പൊൻവലമേ വണ്ടു അലരേ തേൻ വണ്ടു
നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഒരു വിന്റേജിലോട്ട് കിടക്കാം, അതെ. ഒരു 70s 80s കിടക്കാം. ഈ പെർഫോമൻസ് നടത്താൻ വരുന്നത് സകല വിദ്യയും പഠിച്ചെടുത്ത ഒരാളാണ്. അതാരാണ്? വിദ്യ. ഓ വിദ്യാ സ്വരാജ് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അതെ. വിദ്യാ സ്വരാജ്. അപ്പേ വിദ്യയുടെ 50 രൂപ കളഞ്ഞുപോയി. വിജയ സരസ്വതിയുടെ ആരത് 4 പവന്റെ അരഞ്ഞാണവും കളഞ്ഞുപോയി. ഏത് നമ്മൾ തേടണം ആദ്യം? അരഞ്ഞാണം 4 പവനല്ലേ? 50 രൂപ ഇപ്പൊ എന്തോ പോയത്. വിദ്യയുടെ 50 രൂപയും വിജയ സരസ്വതിയുടെ 4 പവന്റെ അരഞ്ഞാണമാണ് പോയത്. നമ്മൾ തേടേണ്ട വിദ്യയുടെയാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. ശരി. പക്ഷെ എന്റെ ഫോക്കസ് വിജയശ്രീയുടെ അരഞ്ഞാണത്തിനാണ്.
ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. വിദ്യ എങ്ങനെ, നന്നായി പാടിയോ? ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രീ ആയിരുന്നു. ആദ്യത്തെ റൗണ്ടിനേക്കാളും ഈസി ആയില്ലേ? ബെറ്റർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. വിനി ചേച്ചി, രഞ്ജിനിയോട് ചോദിക്കും. രഞ്ജിനി അവിടെ തുടക്കും. വിദ്യ, എന്തോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിദ്യയുടെ എഴുതി വെച്ച എനിക്ക് ഓർമ്മയുണ്ട്. ക്ലീൻ സിംഗിങ്, ബ്രെത്ത് കൺട്രോൾ A+ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും ഭയങ്കര ബ്രെത്ത് കൺട്രോളും മാത്രമല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്ത് വൃത്തിക്കാണ് അത്. ആ ഒരു ടൈമിൽ ഒരു ടൈം ഫ്രെയിം ഉണ്ട്, എല്ലാത്തിനും ഒരു താളമുണ്ട്, അതിൽ കറക്റ്റായിട്ട് പാടുക. ഇത് ഏറ്റവും കൂടുതൽ ചെയ്ത ചിത്ര ചേച്ചിയാണ്. ക്വാണ്ടൈസേഷൻ, ആ ക്വാണ്ടൈസേഷൻ ഭയങ്കര രസമായിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പാട്ട് ഇത്രയും പോയത്. കാരണം അത് എവിടെ മുറിക്കണം, എവിടെ കറക്റ്റാണ്. അതിൻ്റെ ലാസ്റ്റ് ആ ലാല പാടുമ്പോഴും ആ ഒരു എക്സ്ട്രാ, അതും വേണമെങ്കിൽ അതുപോലെ തന്നെ പാടായിരുന്നു, പക്ഷെ അത് നീട്ടി. സോ ഒരു പ്രൊഫഷണൽ ഗായികയ്ക്ക് പാടാൻ പറ്റുന്ന രീതിയിലാണ് വിദ്യ പാടുന്നത് ഇപ്പൊ തന്നെ. ഓക്കെ, വളരെ എൻജോയ് ചെയ്ത് ശരിക്കും ഒരു പ്രോഗ്രാമിന് പോയിരുന്നത് കാണുന്ന പോലെ ഞാൻ എൻജോയ് ചെയ്തു. വേറൊന്നും പറയാനില്ല. ലാസ്റ്റ് ഏതോ ഒരു സന്ധ്യ പോയേ മാത്രം ഒരു ചെറുതായിട്ട് അവിടെ പോയി, സന്ധ്യ പോയി ചെറുതായിട്ട്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് യു ആർ എൻ എക്സലന്റ് സിംഗർ, എക്സലന്റ് സിംഗറാണ്. വളരെ ഭംഗിയായിട്ടോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല വിദ്യ. ഐ ഹാവ് ഓൺലി ഗുഡ് തിങ്സ് ടു സേ. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. ഔസേപ്പച്ചൻ സർ. വിദ്യ എന്തോ സർ. സൂപ്പർ. താങ്ക് യു സർ. വിദ്യയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാടുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ്, അനായാസം, കോൺഫിഡൻറ്റ്. അങ്ങനെയാണ് പാടുന്നത്. ഇങ്ങനെ പാടണം. ഇങ്ങനെ പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്ലസ് ആയിരിക്കും. സർ ശരിക്കും ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ലായിരുന്നു. എനിക്കറിയില്ല ഈ സ്റ്റേജിൽ കയറിയതിനു ശേഷം എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു എനർജി, ഒരു ബ്ലെസ്സിങ്, എന്താ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഈ എത്ര വർഷമായിരുന്നു ഈ സ്റ്റേജിൽ സംഗീതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതെ, എത്ര നാളായി. കലാകാരന്മാരുടെ ഒരു പിന്നെ കൂട്ടായ്മ. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പള്ളികളിൽ പോവും, അമ്പലങ്ങളിൽ പോവും. പക്ഷെ അവിടെ നമുക്കൊരു പ്രത്യേക ശക്തി നമ്മളെ നയിക്കും. അതേപോലെ ഈ സ്റ്റേജിലും സംഗീതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലവേഴ്സിന്റെ സ്റ്റേജില് അത് ഓൾവേസ് വിൽ ബി ദേർ. ഇറ്റ് വിൽ സപ്പോർട്ട് യു. താങ്ക് യു സർ. എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത് ഗ്രൂമേഴ്സിന്റെ. കാരണം ഞാൻ ആദ്യം ജഡ്ജസ് ആയിട്ട് അവരെ കണ്ടിട്ടാണ് ഞാൻ അവരുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നത്, എനിക്ക് ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു പള്ളിയിൽ പോയിരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരേണ്ടത് ഇത് പള്ളിയാണെന്ന്. അപ്പോഴാണല്ലോ നമ്മൾക്ക് ആ ഇതുണ്ടാവുക. അപ്പൊ അതേപോലെ അത് അവർ പറഞ്ഞു തന്നു. പക്ഷെ ഇത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് ഈ സ്റ്റേജിനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാവുന്ന ആ പല്ലവിയുടെ ആ ഫസ്റ്റ് പോർഷനൊക്കെ പെർഫെക്റ്റ് പിച്ചിങ് ആണ് കേട്ടോ. കൈ അടിച്ചോളൂ, തട്ടിക്കോളൂ. സാറിനൊരു ഒരു ബുദ്ധിമുട്ടില്ല. കൈ തട്ടൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. പൂവാകക്കാടിന് പൊൻകുടി ആ ഒരു ഏരിയകളിൽ കുറച്ച് നോട്ട്സ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചെരായക വരുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ അത് ആ റിലാക്സ് ആയിട്ട് പാടുന്നത് കൊണ്ട് നമുക്കത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അവിടെ സ്ട്രെയിൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിറ്റിൽ ഔട്ട് ഓഫ് പിച്ച് പോകുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടിക്കും. ഇത് പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ പറഞ്ഞു ആ സന്ധ്യ പോയ വഴിക്ക് അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. അതൊക്കെ ആ ലൈൻ മാത്രം വെറുതെ ഒന്ന് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്താണിത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കാടാകെ കാവടിയാടുക ഇതെല്ലാം പെർഫെക്റ്റ് പിച്ചിലാ പാടിയത്. അപ്പോ യു ആർ എ വണ്ടർഫുൾ സിംഗർ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. വിദ്യക്കുട്ടി, എന്തോ മാം ഇത് തന്നെ, യു ആർ എ വണ്ടർഫുൾ സിംഗർ. കേട്ട് എൻജോയ് ചെയ്തിരിക്കുവായിരുന്നു. ചില നേരം നമുക്കിത് കോമ്പറ്റീഷൻ ആണെന്ന് നമ്മളെ മറക്ക വയ്ക്കുന്ന ആൾക്കാരാണ് ഇവിടെ. നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ ചുമതല അതായിരിക്കണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാം മറന്ന് ഞങ്ങൾ കേട്ടങ്ങ് അതൊരു പ്രത്യേക സുഖമാണ് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ. സത്യം ഞാനൊന്നും ഒന്നും എഴുതിയിട്ടില്ല. പാടുമ്പോൾ അവിടെ എവിടെ എന്തെങ്കിലും പോകും. പക്ഷെ ചില നേരമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആസ്വാദകനായിട്ടിരിക്കണ്ടേ, അങ്ങനെ ഇരുന്നു. താങ്ക് യു. നല്ല പിച്ചിങ് ആണ്, നല്ല ഉരുണ്ട സംഗതികൾ ഇങ്ങനെ വരണ റൗണ്ടായിട്ട് വരുന്ന ഒരു തൊണ്ടയുണ്ട്. പിന്നെ അത് കൂടാതെ വിദ്യ നല്ല എൻജോയ് ചെയ്താണ് പാടുന്നത്. ആ ലാസ്റ്റത്തെ ലാലാല പാടിയപ്പോഴേ അറിയാം വിദ്യയെ സ്വയം എൻജോയ് ചെയ്ത് പാടുന്ന ഒരാളാണ്. അപ്പൊ എന്താണേലും കീപ് ഇറ്റ് അപ്പ്. ഇത് അങ്ങനെ പോട്ടെ, വേറൊന്നും ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ഗോഡ് ബ്ലെസ് യു.
പക്ഷെ ഇതുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നില്ല. ഈ ഒരു പാട്ട് കേട്ടപ്പോൾ ഔസേപ്പച്ചൻ സാറ് നമ്മളെല്ലാരും കൂടെ ഒരു പാട്ട് പാടാനായിട്ട് ഇരുന്നു. ഏതാണ്ട് ഇതേപോലെ വരുന്നേ. ഓക്കെ, അപ്പൊ അത് ഞങ്ങളിപ്പോ ഒരു 4 വരി പാടുകയാണ്. കാലക്കി. ഇനി നമുക്ക് മാർക്കിലേക്ക് കടക്കണം. മെന്റേഴ്സ് എത്ര മാർക്കാണ് വിദ്യക്ക് നൽകുന്നത് എന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം ജഡ്ജസിന്റെ മാർക്കും കൂടെ 90ൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് 100ൽ എത്രയാണ് ടോട്ടൽ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പൊ വിദ്യയുടെ മാർക്ക് 94 ഔട്ട് ഓഫ് 100. അടിപൊളി. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സകല വിദ്യയും കയ്യിലുണ്ടെന്ന്. കൺസിസ്റ്റന്റ് ആണ് മാർക്കിന്റെ കാര്യത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം 94 ആയിരുന്നു. അപ്പോ 2 റൗണ്ടിലും 94 വെച്ചാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മൾ അടുത്ത പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒരു വിന്റേജ് വൈബ് പിടിച്ചാലോ? വിന്റേജ് വൈബ് ആവാം. വൈബ് ആവണം അല്ലേ? ആരിവിടെ കടന്നു വരൂ. പെർഫോമൻസിനായി നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വിനി, അനീഷ്.
വിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൈസ്. ഹലോ അശ്വിനി, സന്തോഷായോ പാടിയിട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ടെൻഷൻ ഉണ്ടായിരുന്നോ പാട്ട് പാടുമ്പോ? കുറച്ച് കുറച്ച്. ശരി, അല്ല, നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് അതെ, തന്നെ പാട്ടിനെ ബാധിച്ചത് ചോദിക്കാം. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഔസേപ്പച്ചൻ സർ, സാർ. വേറെ ആരോ ഇല്ല, ഇല്ല, അവൻ പേര് ഇല്ല. പറഞ്ഞത് ഇല്ല, ഇല്ല, ഇല്ല. അവൻ നേരത്തെ അവിടെ അൽഫോൻസ് പുത്രൻ. അയ്യോ സോറി, അൽഫോൻസ് പുത്രൻ. അൽഫോൻസ് പുത്രൻ സർ. നീ ഒരു സംഭവം ചെയ്ത ജോലി എന്താ ആഗ്രഹിക്ക് എന്നെ വിളിക്കുന്ന ഇവരെ പറഞ്ഞാ മതിയല്ലോ. എനിക്കപ്പോ നിർത്തിയപ്പോ മനസ്സിലായി അവന്റെ വായിലെന്താ വന്നെന്ന് സാർ പറഞ്ഞോളൂ. അശ്വിനി പാടിയത് എങ്ങനെയാണ് പാടിയതെന്ന് അശ്വിനിക്ക് ഒന്നൊരു ചെറിയ നമ്മൾ എന്താ പറയുക സെൽഫായിട്ട് അതിനെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാവുന്നതിൻ്റെ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടോ? ഞാൻ പാടിയത് എങ്ങനെയാണ്? കുറച്ചുകൂടെ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. അല്ല, എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് എന്നുള്ളത്? ഇതൊക്കെ ചെറിയ പാർട്ടിലൊക്കെ ഒരു ഫീൽ ഉണ്ട്. എന്നിട്ടും നീ എന്നെ, എത്ര നല്ല മെലഡി, എത്ര നല്ല വരികൾ, അതൊക്കെ എത്രമാത്രം അനുഭവിച്ച് പാടാന്നറിയാം. എന്ത് വരികളാണ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നെ ആർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ. ആ ഒരു ഫീല്. ഇത് മെയിൽ സോങ് അല്ല. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. എന്നിട്ടും പറയുന്നതിൽ ആ പാട്ടില് ഇങ്ങോട്ട് കയറണം. എന്നിട്ടും എന്തൊരു സ്റ്റാർട്ടിങ് ആണ് ആ പാട്ടിന്റെ വരിയില്ലേ. അങ്ങനെയൊക്കെ തുടങ്ങും. എന്നിട്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വരി ഇപ്പൊ നമുക്കത് യൂഷ്വലായി കേട്ട് എന്നിട്ടെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭാസ്കരൻ മാഷ് നമിക്കണം. അത് അദ്ദേഹത്തിന് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നിട്ടും എന്തൊരു ഭംഗിയാണ് ജോൺസന്റെ വേർഡിന് എന്തൊരു ഭംഗിയായി. എന്നിട്ടെന്ന് പറഞ്ഞാൽ തുടങ്ങാൻ ബുദ്ധിമുട്ടാ. ഒരു ലിറിക്സ് എഴുതി കൊടുത്ത എന്നിട്ടും എങ്ങനെ വരും? കുട്ടി പാടുന്നത് ഇങ്ങനെയാണ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അതല്ല, ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിപഞ്ചിക തന്ത്രികൾ
ഗാനമൊന്നും കേട്ടില്ലല്ലോ. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരോടാണ് പാടണേ, ആരാണത് കേൾക്കാത്തത്, അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. മനസ്സിലായ? അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് ആ വരികളും ട്യൂണിൻ്റെ മെച്ചത്തിൽ ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യുവർ എന്താ പ്രസൻസ് അതിൽ വരണം. അതാ മെയിനായിട്ട്. അതങ്ങനെ ഫീൽ വരാത്തത് കൊണ്ടാണ് അവിടെ ഇവിടേക്ക് പിച്ചിങ് പോകുന്നത്. ഫീൽ വന്നു കഴിഞ്ഞാൽ പിച്ചിങ് തന്നെ വന്നോളും. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. രഞ്ജിനി ചേച്ചി, അത്ര തന്നെ പറയാനുള്ളൂ എനിക്കും. ഈ ഒരു പാട്ട് ഇസ് ഓൾ അബൌട്ട് ഫീൽ. ആ വരികൾ എഴുതിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫീൽ ഇല്ലെങ്കിൽ ആ പാട്ട് ഫ്ലാറ്റായി. ഇത്രയേ ഉള്ളൂ, ഇൻ വൺ ലൈൻ. അപ്പോൾ അടുത്തത് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നാൽ തനിക്ക് കഴിവുണ്ട്. അപ്പോൾ ഇതിൽ ഇതും കൂടെ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ കയറി ഇറങ്ങിയും ക്രിഷൻഡോ ആൻഡ് ഈ ക്രിഷൻഡോ ഓരോരുത്തർ പാടുമ്പോൾ അതിലൊരുപാട് കാര്യമുണ്ട്. അതിൽ ഒതുക്കേണ്ടടുത്ത് ഒതുക്കുക, തുറക്കേണ്ടടുത്ത് തുറക്കുക, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഒരുപാട് വ്യത്യാസം വരും. അതാണ് സാറും പറയാൻ നോക്കുന്നത്. ആ നോർമലി ഫീൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ആ സാധനം വരിക. അപ്പോൾ വടി പോലെ പാടാണ്ട് അത് മനസ്സിലാക്കി പാടുക എന്നാണ് സാറ്. നല്ല കഴിവുള്ള കുട്ടിയാണ്. ഓക്കെ, സോ അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിച്ച് നന്നായിട്ട് പാടൂ കേട്ടോ. ഓക്കെ. ചക്കരേ, അസാധ്യ സെലക്ഷൻ ആയിപ്പോയി. ഒന്നും ഈ പാട്ടെന്ന് പറയുന്നത് ഫുൾ അതിൽ ഭാവമാണ്. പിന്നെ അതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു രാഗം എന്ന് പറയണത്, ഈ രാഗം എടുക്കുന്നതേ ഒരു ഫുൾ ഭാവത്തില്. ആ ആ ആ ആ ಬೇಗನೆ ಬಾರೋ ಮುಖವನ್ನೇ ತೋರೋ ಬೇಗನೆ 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 ಬಾರೋ ಮುಖವನ್ನೇ ತೋರೋ കൃഷ്ണ കൃഷ്ണ. യമുന കല്യാണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതിൻ്റെ അതേപോലെ വേറൊരു ഇത് ഈ രാഗം എടുക്കുമ്പോഴേ അതൊരു ഫുള്ള് നമ്മൾ ആ ഫീൽ കൊടുത്ത് പാടേണ്ട ഒന്നാണ്. ഞാൻ പറഞ്ഞത് മോൾക്ക് കൂടുതൽ മനസ്സിലാവാനാട്ടോ. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ഒരു ഈ നേരത്തെ പറഞ്ഞ ഒരു ഈ എന്താണ് പറഞ്ഞ സാറേ എന്റെ പേര് ഡിക്രഷൻഡോവും എല്ലാം കൂടെ വന്നിട്ട് തുടച്ചില്ലല്ലോ തന്ത്രികൾ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. ഓ എന്റെ ചേച്ചി, ഞാൻ ഇരുന്ന് കേൾക്കാം ചേച്ചി, ഫുൾ ടൈം കേൾക്കാം. ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് കൃഷ്ണ ഒരുപാട് കേട്ടതാ, എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു കേട്ടില്ലല്ലോ കേട്ടില്ലല്ലോ കേട്ടില്ലല്ലോ. ചേച്ചി ഞാൻ കേൾക്കുന്നുണ്ട് ചേച്ചി. ശിവാങ്കിയുടെ കാര്യമാണെങ്കിൽ പോവാൻ പറ. ഓക്കെ, നമുക്കിനി മാർക്സ് അറിയാം. നമുക്ക് നമ്മുടെ മെന്റേഴ്സിന്റെ മാർക്ക് എത്രയാണ് എന്ന് ആദ്യം ജഡ്ജസിനെ അറിയിക്കണം. അതിനുശേഷം ജഡ്ജസ് 90-ലാണ് മാർക്ക് ഇടുക. ടോട്ടൽ 100-ൽ എത്ര മാർക്ക് അശ്വിനിക്ക് കിട്ടി എന്നുള്ളത് ജഡ്ജസ് ഇപ്പൊ പറയും. Ashwini, out of 100, your mark is 88. Thank you, ma'am. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഓക്കെ, നന്നായി പ്രാക്ടീസ് ചെയ്യാം. അത്രേ ഉള്ളൂ. സൂപ്പർ ആയിട്ട് നന്നായി പെർഫോം അതില്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ അശ്വിനി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് കടക്കാം. ഏത് റൗണ്ട് വേണം? ഇമോട്ടീവ് റൗണ്ട് ആയാലോ? അതെ, ഇമോട്ടീവ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു പാർവതി ആർ.
ആദ്യം തന്നെ ജഡ്ജ്മെന്റിലേക്ക് കടക്കാം. ഔസേപ്പച്ചൻ സർ, ഒരു ചേഞ്ച് ആവാം. പിന്നെ ചേച്ചി. ഒന്ന് ഈ പാട്ട് ഒരു ഖണ്ഡനടയിൽ ഖണ്ഡഗതി തക്ക തക്കിട്ട തക്ക അതിൽ രാത്രി മഴ എടുക്കുന്നത് ഏതോ രാത്രി മഴ അങ്ങനെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിൽ ഒരു കൺസ്ട്രക്ഷൻ, അത് നമ്മൾ പാടുമ്പോൾ, അതും പ്രത്യേകിച്ച് ഫിലിം സോങ് പാടുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഓരോ ഇടമാണ് അത്. ശരിക്കും ഓർക്കസ്ട്രയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ അവിടെ. തെറ്റുമോ തെറ്റില്ലയോ, നമ്മള് താളം മറിഞ്ഞിട്ട് പാടുന്ന പോലെ തോന്നിക്കും. അതും പാടി ഫലിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാ ശരിക്കും. കാരണം നല്ല ഫീലുള്ളൊരു പാട്ടാണ്. മോള് നന്നായിട്ട് പാടി. എനിക്ക് പല്ലവി ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായി പാടി. കൺഫ്യൂഷൻ വന്നത് മുഴുവൻ ആ ഒരു അനുപല്ലവിയിലും ചരണത്തിലുമാണ് ആ ഒരു കൺഫ്യൂഷൻ വന്നത്. താളത്തിൻ്റെത് മാത്രമല്ല, ആ ഒരു അതായത് എന്തോ ഒരു കോൺഫിഡൻസ് കമ്മിയായ പോലെ തോന്നി. അങ്ങനെ ഉണ്ടായോ? പാട്ടിന്റെ ഒരു അതെ 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 ഫീല്. പക്ഷെ നല്ല ഫീല് കൊടുത്തു, നന്നായിട്ട് പാടി, ഇഷ്ടായി. പാടിയതൊക്കെ നന്നായി. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അത് നമ്മൾ രജിസ്റ്റർ കേൾക്കുന്നവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഒരു കുറച്ചുകൂടെ ഒന്നുകൂടെ ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എന്തായാലും എം ജയേന്ദ്രൻ ചേട്ടന്റെ ഒരു വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു ഉഗ്രനൊരു പാട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി അവരുടെ. എന്താണേലും ഗുഡ്, നല്ലൊരു സെലക്ഷൻ. താങ്ക് യു സോ മച്ച് പെന്നി ചേച്ചി. ഔസേപ്പച്ചൻ സർ. പാർവതി നന്നായിട്ട് പാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫീല് നമുക്ക് കുറച്ചുകൂടി കിട്ടണം എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഈ കോംപ്ലിക്കേഷൻ പറഞ്ഞില്ലേ, 1 2 ഏതോ തക്ക ഏതോ കണ്ട, അതാ ഇടുപ്പില് നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും കേൾക്കുന്നവർക്ക്. ഇപ്പൊ മോളത് പഠിച്ച് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘടനയിൽ നിന്ന് പാടുമ്പോൾ ഇതിന്റെ നമുക്ക് കാര്യമായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യക്കുറവ് അതിലുണ്ട്. നമ്മൾക്ക് വിചാരിച്ച പോലെ ഭാവം ഇഴുത്ത് പാടാനൊന്നും പറ്റില്ല. ഇത് ഇങ്ങനെ ഈ താളത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ആ ഇതിൽ തന്നെ ഇങ്ങനെ പോകണം വരികൾ. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം തോന്നിച്ചു. ഭാവം കുറച്ചും കൂടി കിട്ടാമായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ കുറച്ചൊക്കെ ചെറിയൊരു ട്യൂണിങ്ങിന്റെ പ്രോബ്ലം, അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സോങ്, കോംപ്ലിക്കേറ്റഡ് റിതംത്തിൽ കമ്പോസ് ചെയ്ത പാട്ട് എന്നുള്ള നിലയ്ക്ക് വളരെ നന്നായിട്ട് പാടി പാർവതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഔസേപ്പച്ചൻ സർ. ഹായ് പാർവതി. ഇവരൊക്കെ പറഞ്ഞല്ലോ അല്ലേ, അത് രജിസ്റ്റർ ആവാൻ തന്നെ കുറച്ച് സമയം എടുക്കുന്ന ഒരു പാട്ടാണ്. എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ് ഇങ്ങനത്തെ ഒരു താളത്തിൽ വന്ന് പാടുക എന്നുള്ളതും. അതും ഒരു കോമ്പറ്റീഷൻ വേദിയിൽ ഇങ്ങനത്തെ ഒരു താളവും ഈ പാട്ടും എടുത്ത് പാടാനായിട്ട് ആരാണ് അഡ്വൈസ് ചെയ്തത്? അല്ലെങ്കിൽ പാർവതി മാത്രമാണ് എടുത്ത ഡിസിഷൻ ആണോ? എവിടെന്നോ ഒരു അഡ്വൈസ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഹസ്ബൻഡും പറഞ്ഞിരുന്നു. ആണോ? ഹസ്ബൻഡാണ് ഇത്രയും വലിയൊരു മലകുട്ടീനെ കൊണ്ട് ചുമപ്പിച്ചത്? അത് പാടി കേട്ടപ്പോ ബെറ്റർ ആണെന്ന് തോന്നി. ആണ് ഫ്രം മൈ പെർസ്പെക്റ്റീവ്. ബ്യൂട്ടിഫുൾ സോങ്. ചേച്ചി പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സെലക്ഷൻ. വളരെ ടഫായിട്ടുള്ള ഒരു സെലക്ഷൻ ആണ്. പക്ഷെ എനിക്ക് ജസ്റ്റ് അറിയണമായിരുന്നു ഇത് ആരുടെ ബുദ്ധിയാണ് ഇത് എന്നുള്ളത്. കാരണം എല്ലാവരും ഇവിടെ ആദിതാളത്തിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും താങ്കൾ വന്നിട്ട് പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന് എനിക്ക് തന്നെ കുറച്ചു നേരം എടുത്തു. ബട്ട് എനിവേസ്, ഇവിടെ വന്ന് പാടാൻ കാണിച്ച ധൈര്യം അത് അസാമാന്യ ധൈര്യം തന്നെയാണ്. കാരണം ഒരു ചെറിയ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ എല്ലാം വേണമെങ്കിൽ പോവാം. വേണമെങ്കിൽ പാർവതിക്ക് ഇത് കുറച്ചൊന്ന് സ്പീഡ് കുറച്ച്, ഭയങ്കര സ്പീഡാണ്. തക്ക തക്കിട്ട തക്ക അത്ര സ്പീഡുണ്ട്. അപ്പൊ അത് കുറച്ചൊന്ന് സ്പീഡ് കുറച്ചാൽ ഈ പറഞ്ഞ ഫീലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ നന്നായിട്ട് പാടാൻ കഴിവുള്ളവർക്ക് അത് എത്ര സ്പീഡിലും ആ ഫീല് പാടാൻ പറ്റും. അത് ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. അത് ഇതിന്റെ ഡബിൾ സ്പീഡിലും പാടും കറക്റ്റായിട്ട്. പക്ഷെ നമുക്ക് അതുമാതിരി പാടാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇതിലിപ്പോ ഒരു സ്ലോ ആക്കിയിട്ട് ഇപ്പൊ തക്ക തക്കിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കണ്ണീർ പൂവിന്റെ ഒക്കെ പാടി കഴിഞ്ഞാൽ വളരെ ഈസിയാണത്. അതെ. പൂവിന്റെ കവിളിൽ തലോടും പാട്ട്. അതെ, അത് സമത്തിലെടുക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇത് രണ്ട് തള്ളിയിട്ട് അതും കർണാട്ടിക് മ്യൂസിക്കിലെ നമ്മൾ പാടുമ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ പാടി ഫലിപ്പിക്കാനായിട്ട്. പക്ഷെ പാർവതി, സീരിയസ്ലി എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായ ജഡ്ജസിനെയും കൂടെ കുഴപ്പിക്കുന്ന രീതിയിൽ ഒരു പാട്ട് എടുത്തോണ്ട് ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് വന്നതല്ലേ പാർവതി? സത്യം പറയൂ. ഹസ്ബൻഡ് നല്ല ജ്ഞാനസ്ഥനാണ് കേട്ടോ. എന്താണല്ലോ മാം, അത് മാത്രമല്ല ആ പാട്ട് ഷീഗോട്ട റിലേഷൻ പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണ്? എന്താണ് റിലേഷൻ? അതെ, ആ കണക്ഷൻ നമുക്ക് അറിയണം. അതെ അതെ. നൈറ്റ് ഡ്രൈവ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ മഴ സാധാരണ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് അതൊരു ഇച്ചിരി വിഷമം കൂടെ ഉള്ളൊരു ഫീൽ ഉണ്ട്. അതാണ് എന്താന്ന് ചോദിക്കുന്നത്. ഫാദർ മരിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് റെയിനിങ്.
പുള്ളിക്കാരി ഇല്ലായിരുന്നു, ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഷി വാസ് ഔട്ട്സൈഡ് ദ ഹൗസ്. ആ ടൈം ഐ തോട്ട് ഇറ്റ് ഈസ് 9:15 ഞാനന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് 2 ആഴ്ച ആവുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഹോസ്പിറ്റലായി 3-ന്റെ അന്ന് അച്ഛൻ മരിക്കുകയാണ്. അപ്പോൾ സീരിയസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മയും ബ്രദറിനെയും അവർ ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പൊ രാത്രി ഒരു 9-9:30 ആയപ്പോൾ ഞങ്ങളെ 3 പേരും പല സ്ഥലത്തു നിന്നാണ് നമ്മൾ തീരുമാനിച്ചൊന്നുമല്ല. പെട്ടെന്ന് വീട്ടിന്റെ വരാന്തയിൽ വന്ന് ഞങ്ങൾ ഇരുന്നപ്പോ നല്ല മഴ പെയ്തു. അപ്പൊ നമുക്ക് ഭയങ്കര എല്ലാരും 3 പൊസിഷനിൽ വിഷമിച്ചിരിക്കുക. ആ ഒരു മഴ പെയ്ത് പോയിട്ട് പിറ്റേ ദിവസം അച്ഛന്റെ ബോഡിയാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഒരു സമയത്താണ് അച്ഛൻ ഹോസ്പിറ്റലിൽ മരിക്കുന്നത്. അപ്പൊ എനിക്കതുകൊണ്ട് ഈ രാത്രി മഴയായിട്ട് എനിക്കൊരു ബന്ധമാണ്. മനസ്സിലായി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. ഇത് പാടുമ്പോ എനിക്കത് ഓർമ്മ വരും, അന്നത്തെ ആ ഫീലിംഗ്. എന്തായാലും പാർവതി നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ടുണ്ടാവുന്ന ചെറിയ അതെ, അതാ എനിക്ക് തോന്നിയ ഒരു ചെറിയ വിഷമം അത് നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാ ചോദിച്ചത്. അമ്മയും കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇമോഷൻ ഇങ്ങനെ വരും. തീർച്ചയായിട്ടും വി ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോകുമ്പോൾ അത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ എന്നാലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ് നമ്മൾ മനസ്സിലേറ്റി അത് പാടി 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 അത് മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ ഇവിടെ വന്ന് പാടാൻ കഴിഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഇതുവരെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വേറൊരു 5/8 പാട്ട് വന്നിട്ട് പാടുമ്പോൾ ഹാറ്റ്സ് ഓഫ് ടു യുവർ കറേജ് ഇതിവിടെ വന്ന് പാടാനായിട്ട്. ഈ പാട്ട് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടില് ഉഷാറായിട്ടൊക്കെ വന്ന് പാടും കേട്ടോ. ബി സ്ട്രോങ്, എനിത്തിങ് കംസ് ഇൻ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വേറെ വഴിയില്ല, സ്ട്രോങ് ആയേ പറ്റൂ. ആ സമയത്ത് ഡെലിവറിയും കൂടെ കഴിഞ്ഞ് കിടക്കുന്നോണ്ട് ഭയങ്കരമായിട്ട് ജനനവും മരണവും ഒക്കെ ഒരുമിച്ച് കാണുന്ന ഒരു വല്ലാത്ത ഫീലായിരുന്നു. എത്രയും കൺട്രോൾ ചെയ്ത് എങ്ങനെ പാടി. ഇപ്പൊ എനിക്ക് ബഹുമാനം തോന്നുന്നു. എന്താ പറയണ്ടേ? അല്ല, എലിമിനേഷൻ റൗണ്ടിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫ്ലോർ കിട്ടിയത്. അപ്പൊ ഇവിടെ അത് പാടാതെ പോകാൻ പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും അല്ല, പാർവതി കോമ്പറ്റീഷന് വേണ്ടിട്ടല്ല, പാർവതി പാടാൻ വേണ്ടിട്ട് പാടിയിട്ടുള്ളതാണ്. അപ്പൊ ആ പാട്ട് കുറച്ചുകൂടി ഞങ്ങൾക്ക് സുഖമായിട്ട് കേൾക്കാൻ വേണ്ടി കുറച്ച് ടെമ്പോ കുറച്ചിട്ട് ഒന്ന് ആ കൊച്ചിനെ കൊണ്ട് ആ വരികൾ നമുക്ക് അതിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പണ്ടു തൊട്ടുള്ളിലുള്ള പാട്ട് ഇന്നും ചായുറക്കി പാടിത്തരും പാട്ട് ഓരോരോർമകളിലൂടെത്തും പാട്ട് കണ്ണീരിൻ പാടത്തും നിലവില്ലാരാവത്തും കൽവിൽ കത്തണ പാട്ട് പഴം പാട്ട്. മച്ച് ബെറ്റർ. സ്പീഡ് കുറച്ചപ്പോ അതിന്റെ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് അറിയാം. മാർക്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമ്മുടെ മെന്റേഴ്സ് ആണ് മാർക്സ് ജഡ്ജസിനെ അറിയിക്കേണ്ടത്.
ജഡ്ജസ് 3 പേരും കൂടെ 90 മാർക്സ് ഇട്ടിട്ട് ടോട്ടൽ 100 എത്രയാവും എന്നുള്ളത് നമ്മുടെ കണ്ടസ്റ്റന്റിനെ അറിയിക്കും. പാർവതി മോളെ, പാർവതിക്ക് കിട്ടുന്ന മാർക്ക് 90.5 ഔട്ട് ഓഫ് 100. അതെ, നല്ല മാർക്കാണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 90.5 ആണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം, നന്നായി പാടാം. ഓക്കെ ഓക്കെ, നന്നായി പാടാൻ വേണ്ടി ഒന്ന് എനർജറ്റിക് ആയിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഉണ്ടല്ലോ, ഫിറ ഫുഡ്സ്, അവരുടെ ഒരു ഓട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതെ, ചിയ സീഡ്സ്. ചിയ സീഡ്സിന്റെ ഓട്സ് ഉണ്ട്. അത് കൂടാതെ പല പല ഓട്സുകൾ ഉണ്ട്. പല പല ഓട്സ് ഉണ്ട്. ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് വെറും 3 മിനിറ്റിൽ കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതെ, അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തിരക്കാണ്. അതെ, തിരക്കുള്ള അമ്മമാരാണ്. പാട്ട് പഠിക്കണം, ഹസ്ബൻഡിന് പാട്ട് തെരഞ്ഞെടുത്ത് കൊടുക്കണം, അങ്ങനെ രണ്ടുപേരും തിരക്കിലാണ്. ഇപ്പം ഭാര്യ വീട്ടിലില്ല, ഹസ്ബൻഡാണ് കുക്ക് ചെയ്യുക, ധൈര്യമായിട്ട് കുക്ക് ചെയ്യാം. 3 മിനിറ്റിൽ 3 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ, സുഖമായിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ഹസ്ബൻഡ്സിന് കൂടെ വേണ്ടിയിട്ടാണ് ഇനി അടുക്കളയിൽ കയറണം കേട്ടോ. ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. മീനാക്ഷി, ആ പറഞ്ഞു വന്ന അതെങ്ങനെ പറഞ്ഞു വന്നേ? എനിക്ക് കുക്ക് ഹസ്ബൻഡ്സ് ഒക്കെ കുക്ക് ചെയ്യണം. അയ്യോ, അങ്ങനെയല്ല, ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല കേട്ടോ. സോറി, അതിലൊരു ഭീഷണിയുടെ സ്വരം തോന്നിയെങ്കിൽ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പറഞ്ഞു വരുന്നത് ആർക്ക് വേണമെങ്കിലും 3 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കുക്ക് ചെയ്യാം. റിച്ച് ഫൈബർ ആണ്, അതുപോലെ തന്നെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം അതിലുണ്ട്. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, ആരോടാ ഈ ഫിറ ഒക്കെ എടുത്തിട്ട് താൻ തന്നെ കഴിക്കി, കുറച്ച് ആരോഗ്യം പറ്റേ. അത് കഴിച്ചിട്ടാ ഞാനിപ്പോ ഈ സംസാരിക്കുന്നത്, അതിന്റെയാ. സീഡ്സ് ഒക്കെ വെട്ടി വിഴുങ്ങിയിരിക്കുക. എനിക്ക് ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം വരാം. അതെ, ഓക്കെ, അപ്പൊ ബൈ ബൈ. ഇത് ഫിറ ഫുഡ് പ്രസൻസ് റീഗൽ ജ്വല്ലേഴ്സ് മ്യൂസിക്കൽ വൈഫ്, സ്പെഷ്യൽ പാർട്ട്ണർ ലോവേസ് ഇന്നർവെയർ, co-powered by Milma Ice Creams and MyG Future. ബൈ, ഗുഡ് നൈറ്റ്.